പേരുകളിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നുണ്ടെങ്കിൽ BJP ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹെഗ്ഡേവാറിന്റെ പേരിൽ തന്നെ ആ ബഡ്സ് സ്കൂള് ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ല സ്വാതന്ത്ര്യ സേനാനികളുടെ പേരുകൾ മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പേരുകൾ ഒരുപാട് പരിശോധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പേരുകളെല്ലാം മാറ്റേണ്ടി വരും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പാലക്കാട് നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂട്ടത്തല്ലിനിടയിൽ പോലീസിന് നേരെയും കയ്യാങ്കളിയുണ്ടായി. പാലക്കാട് നഗരസഭയിൽ പുതുതായി സ്ഥാപിക്കുന്ന ബഡ്സ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കയ്യാങ്കളിയിൽ കലാശിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാലക്കാട് നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ബഡ്സ് സ്കൂളിന് തറക്കല്ലിടുന്നതും മറ്റും വൻ പ്രതിഷേധത്തിന് ഇടയായത്. ബഡ്സ് സ്കൂളിന് വേണ്ടി RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് കുത്തിയ ശിലാഫലകം അന്ന് തന്നെ യൂത്ത് കോൺഗ്രസും DYFഐയും തല്ലി തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനോ രാഷ്ട്ര പുരോഗതിക്കോ ഒരു സംഭാവനയും ചെയ്യാതെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ, രാജ്യത്തെ ഹിന്ദുക്കൾക്കിടയിൽ വർഗീയ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകാൻ ശ്രമിച്ച RSS സ്ഥാപക നേതാവിന്റെ പേരിൽ പാലക്കാട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങാൻ അനുവദിക്കുകയില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസും LDFും. അതേസമയം 52 അംഗ നഗരസഭയിൽ 22 അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള BJP ഉറപ്പിച്ചു പറയുന്നത് ബഡ്സ് സ്കൂളിന് RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകും എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ പലരുടെയും പേരുകളും പല സ്ഥാപനങ്ങളുടെ പേരുകളും പുനഃപരിശോധിക്കേണ്ടി വരും എന്നാണ് BJP നഗരസഭാ അധ്യക്ഷൻ പറയുന്നത്. നഗരസഭാ കൌൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. സംഘർഷ പശ്ചാത്തലം മനസ്സിലാക്കിയായിരിക്കണം പോലീസും നേരത്തെ തന്നെ അവിടെ തമ്പടിച്ചിരുന്നു. കോൺഗ്രസിന്റെയും LDFന്റെയും നഗരസഭാംഗങ്ങൾ പ്ലക്കാർഡുകളുമായാണ് വന്നിരുന്നത്. നഗരസഭക്കകത്തെ കയ്യാങ്കളിയുടെ വീഡിയോയിൽ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ആക്രമിക്കുന്നത് നമുക്ക് കാണാം. പോലീസിന് നേരെയും കയ്യേറ്റമുണ്ടായി എന്ന് പറയപ്പെടുന്നു. പ്ലക്കാർഡുകളുമായി വന്ന ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ ഹാളിലേക്ക് കടന്ന ഉടനെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് 45ാമത്തെ അജണ്ടയൊഴികെ മറ്റെല്ലാ അജണ്ടകളും അംഗീകരിച്ചതായി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. നഗരസഭാ അധ്യക്ഷന്റെ ഈ പ്രകോപനപരമായ നിലപാടിനെ തുടർന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ചെയർപേഴ്സനെ വളയുകയും ഡയസിലേക്ക് പ്രതിഷേധക്കാർ അതിക്രമിച്ച് കടക്കുകയുമായിരുന്നു. ഇതോടുകൂടി BJP കൌൺസിലർമാർ ശക്തമായി പ്രത്യാക്രമണം തുടരുകയും ചെയ്തു. തുടർന്ന് പുറത്ത് തമ്പടിച്ചിരുന്ന പോലീസുകാർ ഹാളിലെത്തുകയും ഒരുപാട് സമയത്തെ ശ്രമത്തിനൊടുവിൽ അവരെ ഹാളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പ്രതിഷേധക്കാരോട് നഗരസഭാ അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ അജണ്ടകളൊക്കെ അംഗീകരിച്ചു എന്നാണ്, പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ്. അതിന് പ്രതിപക്ഷത്തിന് സഹായം ആവശ്യമില്ല എന്നായിരുന്നു. എന്ത് വില കൊടുത്തും നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകും എന്നായിരുന്നു അധ്യക്ഷന്റെ വാക്കുകൾ. 52ൽ 28 അംഗങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലയിലായിരുന്നു BJP അധ്യക്ഷൻ. പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത് പ്രകാരമായിരുന്നു. പാലക്കാട് നഗരസഭാ കൌൺസിലിൽ പരിഗണിക്കാതെ പോയ 45ാമത്തെ അജണ്ട പാലക്കാട് MLA ആയ മാങ്കൂട്ടത്തിൽ എഴുതി നൽകിയ പരാതിയായിരുന്നു എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ഭൂരിപക്ഷ അംഗങ്ങളുടെ BJP നഗരസഭാ കൌൺസിൽ യോഗം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ട ചർച്ചയ്ക്കെടുക്കാതെ പോയത് എന്നാണ്. ഭൂരിപക്ഷ അംഗങ്ങളുള്ള BJP നഗരസഭാ കൌൺസിൽ എന്തിനാണ് ന്യൂനപക്ഷമായ പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത് എന്നാണ്. നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവായ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെച്ച 45ാമത്തെ അജണ്ടയിലെ വിഷയവും. ആ വിഷയമാണ് ചർച്ചയ്ക്കെടുക്കാതെ നഗരസഭ കൌൺസിൽ യോഗം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത്. എന്തായാലും ബഡ്സ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ട് പോകുമെന്ന് ഭരണപക്ഷം പറയുമ്പോൾ ഒരു കാരണവശാലും ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലാത്ത ഒരു RSS നേതാവിന്റെ പേരിൽ ബഡ്സ് സ്കൂൾ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത്. അധ്യക്ഷന്റെ ഓഫീസിന് പുറത്ത് പ്രതിഷേധം നീണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്.